നിഖിൽ, ആശുപത്രിയിൽ ഇപ്പോൾ ഈ മൃതദേഹം ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഉള്ള നടപടികൾ ഒക്കെ ഏത് രീതിയിലാണ്? ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോട് തന്നെ ചേർന്ന പ്രദേശത്ത് 25ഓളം പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ, അതിനുള്ള സ്ഥലം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്കെല്ലാം സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ അത് സംസ്കരിക്കാനോ ചടങ്ങുകൾ ചെയ്യാനോ പോലും ബന്ധുക്കളില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ എല്ലാ മൃതദേഹങ്ങളും കൂടി ഒരുമിച്ച് സംസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ, ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞത്. മൃതദേഹം ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ അതിന് പിന്നീടുള്ള സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടത്താനോ പോലും ഉറ്റവരും ഉടയവരും ഇല്ല. എല്ലാവരും ഒരുമിച്ച് ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരകളായി എന്നുള്ള കാര്യമാണ് നിഖിൽ ഇപ്പോൾ പറഞ്ഞത്. അത് ഏറെ വിഷമത്തോടു കൂടി തന്നെയാണ് കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്.